ഫ്രണ്ട്സ്, നമുക്ക് ഒരുമിച്ച് കേര ഫിഷ് കറി ഉണ്ടാക്കാമേ. ആദ്യമായിട്ട് ഞാൻ ഒരു മൺചട്ടി എടുത്ത് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് 1/2 സ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചിട്ട് കടുക് നല്ല പോലെ പൊട്ടി വന്നതിന് ശേഷം 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്ത്, പൊടിയല്ല ഉലുവയാണ് ചേർത്ത് കൊടുത്തത്. അതിനുശേഷം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത് ഞാൻ ചേർത്ത് കൊടുത്ത് നല്ലപോലെ വഴറ്റിയെടുക്കുക. അതൊന്ന് ബ്രൗൺ കളർ ആവുന്ന വരെ വഴറ്റി അതിനുശേഷം ചെറിയ ഉള്ളി ഒരു 100 ഗ്രാമോളം എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ നീളത്തിൽ അരിഞ്ഞത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. അന്നേരം കറിക്ക് ഒരു കൊഴുപ്പൊക്കെ കിട്ടാൻ വേണ്ടി ചെറിയ ഉള്ളി ചേർക്കുന്നതാണ് നല്ലത്. അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുത്ത് സവാള ഇടുമ്പോഴത്തേനും ഒരു മധുരിക്കുന്ന ഒരു ടേസ്റ്റ് വന്നിട്ടുണ്ട്, എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ ചെറിയ ഉള്ളി എടുത്തത്. അതിന് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടും. ഈ പരുവം എത്തുമ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് 2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്ത് ഇവിടെ ഞാൻ എടുത്ത കാശ്മീരി ചില്ലിയാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ 1 സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഒരു പച്ചച്ചവയൊക്കെ മാറുന്നത് വരെ ഇളക്കണം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് 2 പഴുത്ത തക്കാളി, ചെറിയ തക്കാളിയാണ് എടുത്തത്, അത് നല്ല പോലെ പേസ്റ്റാക്കിയത് ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് അതൊന്ന് ഇളക്കി സെറ്റാക്കാൻ വേണ്ടി വെക്കുക. അതൊന്ന് നല്ല പോലെ ഇളക്കി കൊടുക്കണം. അതൊന്ന് കുറുകി അതിൽ നിന്ന് എണ്ണയൊക്കെ തെളിയും. അപ്പോൾ അതുവരെ ഒന്ന് ഇളക്കി നല്ല ഇതായതിന് ശേഷം സെറ്റായി വരും. എണ്ണയൊക്കെ തെളിഞ്ഞ് അതിലേക്ക് ഞാൻ ചൂടുവെള്ളം 2 കപ്പോളം വരുന്ന ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുത്ത് എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത്, കറിവേപ്പില മസ്റ്റാണല്ലോ നമ്മുടെ കറിക്ക്, മീൻ കറി എന്ന് പറയുന്നത് തന്നെ കറിവേപ്പില മസ്റ്റാണ്, അതിൻ്റെ ഒരു മണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ കുടംപുളി ചേർത്ത് കൊടുത്ത്, ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ കുടംപുളി പിണറംപുളി എന്നൊക്കെയാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതിനുശേഷം ഞാൻ ഈ കഴുകി വൃത്തിയാക്കി ക്യൂബാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കേര ചേർത്ത് കൊടുക്കുക. അതെല്ലാം ചേർത്ത് കൊടുക്കുക. കേരമീനെല്ലാം കഴുകി വൃത്തിയാക്കിയത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. തിളച്ചതിന് ശേഷം മാത്രം കേര ഇട്ട് കൊടുക്കണേ, അപ്പോഴേ ആ ഒരു ഇത് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഇത് ആദ്യമേ ഇടുമ്പോഴത്തേന് ചിലപ്പോൾ അത് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഇട്ടതിന് ശേഷം ഒരുപാട് ഇട്ട് ഇളക്കല്ലേ, ഇളക്കി കഴിഞ്ഞാൽ അത് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഒരുപാട് കൂടുതലാണ്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് എല്ലായിടവും ഒന്ന് ഇത് പറ്റാനായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അനക്കി കൊടുക്കാൻ മാത്രമേ ചെയ്യാവൂ. അതിനുശേഷം ഞാൻ ഒരു അടപ്പ് വെച്ചിട്ട് അത് ക്ലോസ് ചെയ്ത് വെച്ച് അതൊന്ന് കുറച്ച് ആവിയിൽ അങ്ങനെ ഇരുന്ന് അടച്ച് തന്നെ വെച്ച് കുക്ക് ചെയ്യട്ടെ. അതിനുശേഷം തുറന്നപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഉപ്പ് വേണമെന്ന് തോന്നി, ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ആഡ് ചെയ്ത് അപ്പോൾ അതിൽ ഇങ്ങനെ എണ്ണയൊക്കെ തെളിയാൻ തുടങ്ങി. അപ്പോൾ അത് നല്ലപോലെ കുറുകി വരാൻ തുടങ്ങി. അവസാനം നമ്മുടെ കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇതൊന്ന് ഗാർണിഷ് ചെയ്ത്, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.